ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഇഫ്താറൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇഫ്താറിന് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് വയറും മനസ്സും നിറയുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാല്. അപ്പോൾ പാല് ഞാൻ അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ മധുരം വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാല് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വാനില എസൻസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഫ്രൂട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ആപ്പിളും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 3-4 ഞാലിപ്പൂവൻ പഴം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് വെള്ളത്തിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ചെറിയൊരു കസ്കസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അനാറും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എത്രത്തോളം ആണോ ക്വാണ്ടിറ്റി ഇതിൽ ഉണ്ടാക്കുന്നത് അത്രത്തോളം ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. ഫ്രൂട്ട്സ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് കുറേ ഫ്രൂട്ട്സ് വേണ്ടി വരും വെള്ളത്തിലേക്ക്, ചിലർക്ക് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം മതി. നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് കുടിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടാൽ മതി. അപ്പോൾ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഈ വെള്ളത്തിന്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അതേപോലെ പ്രായമുള്ളവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് വയറും മനസ്സും നിറയുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കിത് തണുത്ത് ഇത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു എനർജി ആയിരിക്കും നമ്മുടെ ശരീരത്തിന് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത്. ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റും അതേപോലെ പാലും ഫ്രൂട്ട്സും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒരു ദിവസമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കട്ടോ. നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് വയറും മനസ്സും നിറയ്ക്കുന്ന നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് പാത്രത്തിലൊക്കെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പാല് തിളപ്പിക്കുമ്പോൾ ആ പാലിൻ്റെ പാടൊക്കെ അടിയിൽ പറ്റി പിടിച്ചിരിക്കും. ആ തിളച്ച് വരുമ്പോൾ ആ പാത്രമൊക്കെ നമുക്ക് കേടായി വരും, ഒരു ബ്ലാക്ക് കളറായിട്ട് വരും. പിന്നെ നമുക്ക് തേച്ച് കഴുകാനൊക്കെ കുറേ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം ചൂടായി വരുമ്പോൾ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് പാല് തിളപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും പാല് കട്ട കെട്ടൂല കേട്ടോ, പാലിൻ്റെ പാടേ ഉണ്ടാവില്ല. അതേസമയം നമുക്ക് പാല് പാത്രത്തിലൊന്നും പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് പാല് തിളപ്പിച്ച് നോക്കൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും ചെയ്യും. മാത്രമല്ല പാലൊന്നും
അടുക്കി പിടിക്കില്ല, പാല് പാത്രത്തിലൊന്നും പറ്റി പിടിക്കൊന്നുമില്ല കേട്ടോ. ഇതേ രീതിയിൽ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് പാല് തിളച്ചിട്ട് നിലത്ത് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ പാല് തിളപ്പിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒരു തവി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ പാൽപാത്രത്തിലേക്ക്. ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പാല് തിളച്ചിട്ട് മുകളിലോട്ട് വരില്ല കേട്ടോ. ഇങ്ങനെ തിളച്ചിട്ട് താഴോട്ടേക്ക് തന്നെ ഇതേപോലെ പോവും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒരു തവിയും കൂടെ നടുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാലിങ്ങനെ തിളയ്ക്കും ചെയ്യും. മാത്രമല്ല തിളച്ച് നിലത്തൊന്നും മറിയാതെ തന്നെ ആ തിള താഴോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണിട്ടത്. അപ്പോൾ ഞാനിത് 2 ചെറിയൊരു ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിലിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഒരു ഭാഗം അതേപോലെ ഒന്ന് ഞെക്കി പിടിച്ചതിന് ശേഷം അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ബോട്ടിലിൻ്റെ കുറച്ച് താഴോട്ടേക്കായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ബോട്ടിലും ഞാൻ ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റു ബോട്ടിലിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബോട്ടിലും കൂടെ ഇത് ഒരു ബോട്ടിലിൻ്റെ ഉൾവശം മറ്റു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ബ്രഷ് ആയാലും അതേപോലെ പേസ്റ്റ് ആയാലൊക്കെ ഇതേ രീതിയിൽ വെച്ചിട്ട് മറ്റേ ബോട്ടിലിൻ്റെ ആ ഭാഗം കൊണ്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സേഫ്റ്റി ആയി അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ കൊട്ടയിലൊക്കെ ബ്രഷ് ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ പല്ലിയും പാറ്റിയും കൂറയൊക്കെ അരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ടൂത്ത് ബ്രഷ് ആകുമ്പോൾ നമ്മൾ പല്ല് തേച്ചിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയിടാണല്ലോ ചെയ്യുക കൊട്ടയിലൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ബ്രഷ് കുട്ടികളൊക്കെ ആകുമ്പോൾ കഴുകാതൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ബ്രഷ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടപ്പുള്ള ഒരു ബോട്ടിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഷിൽ കൂറെ പല്ലി പാറ്റി ജന്തുക്കളൊന്നും കയറി വരില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് തന്നെ അതിൻ്റെ ഉൾവശത്ത് നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ബോട്ടിൽ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അകത്തൊക്കെ അടിച്ചു വാരുന്ന സമയത്ത് ഇതേ രീതിയിൽ അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്ക് ചൂലിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ വൈപ്പർ ഉണ്ടെങ്കിൽ ആ വൈപ്പറിൻ്റെ മുകളിൽ ഇതേപോലെ ഷോക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വൈപ്പറിൻ്റെ മുകളിലൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ചൂലിന് ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. ചൂല് വേണ്ട കേട്ടോ, നമുക്ക് ആകെ അടിച്ചു വാരാനായിട്ടൊന്നും. ഇതേ രീതിയിൽ നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത് നമുക്ക് എന്ത് മുടിയോ അതേപോലെ എന്ത് പൊടിയോ മാറാലേ എന്തുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. നമുക്ക് ചൂല് കൊണ്ടിട്ട് അടിച്ചു വാരുന്നതിനേക്കാൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത്. നമുക്ക് ഇതേപോലത്തെ വൈപ്പർ മാത്രം മതി നല്ല രീതിയിൽ മുടിക്കെട്ടും അതേപോലെ മണ്ണും പൊടിയോ ചളി എന്തുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചൂലിനേക്കാൾ ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്കും കൂടെ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മേശൻ്റെ അടിഭാഗത്തും അതേപോലെ സോഫ സെറ്റിൻ്റെ അടിവശത്തൊക്കെ ഇതേ രീതിയിൽ നമുക്ക് എന്തിൻ്റെ ഉള്ളോട്ട് വേണമെങ്കിലും നമുക്കിത് ഇതേപോലെ ഇട്ടിട്ട് അടിച്ചു വാരി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും. ഇപ്പോൾ കുനിയും വേണ്ട കേട്ടോ, നിന്ന നിൽപ്പിന് തന്നെ ഇതേ രീതിയിൽ നമുക്ക് അടിച്ചു വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് നിന്ന നിൽപ്പിൽ തന്നെ ഇതേപോലെ അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൊടിയോ മാറാലേ മുടിക്കെട്ടോ ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. തുടച്ചതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ അത്രയും ക്ലീനായി കിട്ടും കേട്ടോ. ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് സോക്സ് ഊരിയിട്ട് നമുക്ക് അലക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ സോക്സിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ലോണം പൊടി പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടച്ചതുപോലെ ഉണ്ടാവും കേട്ടോ അതേ രീതിയിൽ അടിച്ചു വാരി കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സോക്സ് ഒന്ന് നനച്ചിട്ട് നമ്മുടെ കബോർഡൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചൺ കബോർഡൊക്കെ ഇതേ രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മളെ വാതിലുകളും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യെത്താത്ത ഭാഗങ്ങളിലൊക്കെ
ഈ സോക്സ് ഒന്ന് നനച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ വാതിലും ഡോറിൻ്റെ മുകൾ ഭാഗവും അതേപോലെ കബോർഡിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് കയ്യെത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്ഥലങ്ങളിലൊക്കെ ഈ സോക്സ് നനച്ചിട്ട് ഇതേപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സോക്സിൽ ഇത്രയും പൊടികളും അതേപോലെ മണ്ണും പൊടിയും മുടിക്കെട്ടും എല്ലാം ഇതേ രീതിയിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ആണ് ഒന്ന് കാണിച്ചതിൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.